ഹാർട്ട് ബീറ്റ് ഒക്കെ മരിക്കുന്നത് കാരണം. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ചെന്നൈ യാത്രയിലേക്ക് തുടരുകയാണ്. എന്താണ് ചെന്നൈയിലേക്കുള്ള ഒരു യാത്രയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയാൻ മാത്രമായിട്ടൊന്നുമില്ല. വെൽക്കം ടു വിജയ് മാരി വ്ലോഗ്സ്. യെസ് ഗൈസ്, നമ്മൾ ഇപ്പോൾ ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ 1-2 കാര്യങ്ങൾ എനിക്ക് മെൻഷൻ ചെയ്യാനും അല്ലെങ്കിൽ അത് നിങ്ങളോട് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ജസ്റ്റ് 2 മിനിറ്റ് വീഡിയോയിൽ ഞാൻ പറയാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനൊരു ഇൻട്രോ. അപ്പം ഞാനൊരു ചെന്നൈ ട്രാവൽ, അതാണ് ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പെട്ടെന്ന് പോലീസ് നോക്കി. രാവിലെ ഒക്കെ കഴിഞ്ഞു തിരിച്ച് വരാൻ നേരത്ത് വ്ലോഗ് അവസാനിക്കാൻ നേരത്ത് നമ്മൾ പോലീസ് നോക്കി. അപ്പോൾ ഫോണൊക്കെ മേടിച്ച് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. പിന്നെ അതിനായിട്ട് ഇത് ഒരു അരമണിക്കൂർ ഫുട്ടേജ് ആയിരിക്കും ഈ വീഡിയോ. പക്ഷേ 1 മണിക്കൂറോളം ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു അരമണിക്കൂർ ഫുട്ടേജിൽ മൈക്ക് ഓഫായി, കാരണം ചാർജ് ഇല്ലാണ്ട്. അപ്പോൾ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നല്ലൊരു വീഡിയോസ് ആയിരുന്നു, നല്ലൊരു കണ്ടൻറ്റൊക്കെ ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ എന്തായാലും ക്ഷമിക്കുക, നമുക്ക് അടുത്തൊരു പ്രാവശ്യം ഇങ്ങനൊരു തെറ്റില്ലാണ്ട് നമ്മൾ മാക്സിമം നന്നാക്കി ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുക, എൻജോയ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ വിജയ് മാരി വ്ലോഗ്സ് ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഒരു പുതിയൊരു സെൽഫി സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റിക്കുമായിട്ടുള്ളൊരു യാത്രയാണ്. ഒരു കൂട്ടുകാരനെ കാണാനാണ്. കുറേ ആയി അവനങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു 1 ഇയർ ആയി അവനങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെന്തായാലും അവനെ കാണാൻ പോവാണ്. നമ്മൾ ബസ് കയറിയായിരുന്നു, പക്ഷേ ആ ബസ് കയറുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളെന്തായാലും ചെന്നൈ ഇപ്പോൾ ഞങ്ങളൊരു ക്യാൻറ്റീൻ നിർത്തിയിരിക്കണം. അപ്പം ഞാൻ ഈ സെൽഫി സ്റ്റിക്ക് പുതിയതായത് കാരണം നമ്മൾ സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേ ഉള്ളൂ. മൊത്തം വേർത്ത് പണ്ടടങ്ങി. അപ്പം എന്താ നമ്മൾ പോകുന്ന ബസ്സതാ ആ കാണുന്ന വൈറ്റ് ബോർഡാണ്. അപ്പം ലൈറ്റില്ല, അവിടെ നോക്കിയപ്പോൾ ലൈറ്റ് കിട്ടാതെ കാരണമാണ് ഞാൻ കുറച്ച് ഒരു ഹോട്ടലിന് മുന്നിലാണുള്ളത്. ഇതാ ബാക്കിലൊരു ക്യാൻറ്റീൻ സെറ്റപ്പിലാണ്. അപ്പം നമുക്ക് എന്തായാലും ബാക്കി യാത്രയിൽ കാണാം. യാത്രയിൽ എന്താ പറയാ, പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് യാത്രയിൽ കാണാം. നമ്മൾ സെൽഫി സ്റ്റിക്കും വെച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര എന്തോ നമ്മൾ വലിയ സംഭവമാണെന്നുള്ളത്. പക്ഷേ നമ്മളൊരു കാര്യം പറഞ്ഞാണ്, പുതിയ സെൽഫി സ്റ്റിക്കാണ്. അപ്പോൾ അത് എങ്ങനെ മേടിച്ചാൽ എന്താണെന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അത് ഞാൻ ഹാപ്പി. അപ്പോൾ നമുക്ക് എന്തായാലും ബസ്സിലേക്ക് കയറാം. സോ ഫ്രണ്ട് മൊമെന്റ് ക്ലാരിറ്റി തീരെയില്ല, നൈറ്റ് ആയത് കാരണം നമുക്ക് മാക്സിമം ഫുൾ ഫോഗ് ആയിരിക്കും. അപ്പം എന്തായാലും സഹിക്കുക, വേറെ വഴി കഴിച്ച് ഞാൻ സഹിക്കുക. അപ്പം എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. സൈഡാണ് സീറ്റ് കിട്ടിയിരിക്കുന്നത് എന്താ. അപ്പം നമ്മളെന്തായാലും ബാക്കിലേക്ക് പോയി ഇരിക്കാം. മുഴുവൻ നമ്മൾ ബാക്കിലാണ്. മധുര എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പം ഇറങ്ങൂടാ, മധുര പോയിട്ട് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ കാണാം. ഫസ്റ്റ് ടൈമാണ് ഇത്രയും സെറ്റപ്പിൽ ഇറങ്ങുന്നത്. സിംഗിളായിട്ട് മൈക്കൊക്കെ വെച്ചിട്ട് സന്തോഷം സഹിക്കാൻ ശേഷം എന്നാലും എക്സൈറ്റ്മെൻ്റ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. എന്താവെന്ന് അറിഞ്ഞൂടാ. യെസ്, അപ്പം ഹാർട്ട് ബീറ്റ് ഒക്കെ മരിക്കുന്നത് കാരണം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം സെൽഫി സ്റ്റിക്ക് പുതിയത്, യെസ്, മൈക്ക്, യെസ്. അപ്പം കാണാം പൂരം അല്ലേ. യെസ്, ഗുഡ് മോർണിംഗ് ഗൈസ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ ചെന്നൈയിലെത്തിയിരിക്കുകയാണ്. ചെന്നൈയിലെത്തിയിട്ട് ഞാനൊന്ന് കുളിക്കാൻ പോകും. ആകെ ടോട്ടലി ഫ്രഷായി സെറ്റായിരിക്കണം. അപ്പം നമുക്കൊരു തലവായിട്ട് ഇവിടെ ഇറങ്ങണം. അപ്പോൾ ഞാൻ തല വരാൻ വേണ്ടി ഇവിടെ നമ്മൾ വൺ സെറ്റപ്പ് ഉണ്ട് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. പക്ഷെ ഭയങ്കര ലോങ് ആയിപ്പോയി ഇവിടെ ബസ് സ്റ്റാൻഡ് വെച്ചത്. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എയർപോർട്ട് സെറ്റപ്പിലാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാം. കാരണം ഹെവി സെറ്റപ്പാണ്. ഈ സമയം ഒരുപാടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു വിസിറ്റിങ്ങിന് വന്നതുകൊണ്ട് നമ്മളൊരു കൂട്ടുകാരെ കാണാൻ വന്നാണല്ലോ. നമ്മൾ അവനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിയും. സെയിം തിങ് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറെ കറങ്ങാൻ കയ്യിൽ പൈസ ഇല്ല. അപ്പം രൂപയും തിരിച്ച് നമ്മളെ പണിസ്ഥലത്ത് എത്തണം. അപ്പോൾ നമുക്ക് ഈ കോഴി ഫാമിലേ ആവില്ല, അവിടെ ഒരുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യം വേണം. നമ്മൾ പിന്നെ ഒരു എമർജൻസി ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വരണം ഒന്ന് കാണണം. അങ്ങനെ സീരിയസ് ഹോസ്പിറ്റലിലേക്ക് ഇല്ല കേട്ടോ, ജസ്റ്റ് ഒരു ആക്ഷൻ കുറേ ഉള്ളു കണ്ടിട്ട്. അപ്പോൾ ഒന്ന് കാണാൻ പറയാന്ന് പറഞ്ഞപ്പം ഓക്കെ ഫൈൻ, അതെയാ ഞാൻ സെറ്റ് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിപ്പോൾ വന്നതാണ്. പക്ഷേ ബാത്റൂം ഫെസിലിറ്റീസ് ഇവർ എല്ലാം ഭയങ്കര ഒരു എന്താ പറയുക റിച്ച് ഹൈഫൈ ആയിരുന്നു. പിന്നെ എന്താ പറയുക എന്താ പറയുക, അയ്യോ സമയം 9:50 രാവിലെ. പിന്നെ എന്താ പറയുക, നമ്മൾ വന്നിറങ്ങിയ ബസ് നല്ല ലേറ്റ്. അത്രമാത്രമൊന്നും ഉറങ്ങിയിട്ടില്ല, എനിക്ക് തന്നെ ക്ഷീണം. അതുകൊണ്ട് പിന്നെ അവിടെ കിടന്ന് വീഡിയോ ഒന്നും പ്രത്യേകിച്ച് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ എടുക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ സെൽഫി സ്റ്റാൻഡിൽ
ആദ്യമായിട്ടാണ് ഇവരൊക്കെ എടുക്കുന്ന ഒരിക്കലും എനിക്ക് വയ്യ. അപ്പം നമ്മൾ വാച്ച് ചെയ്തു. പിന്നെ വേറെ മറന്നുപോയി, നമ്മൾ വരുമ്പം നമ്മ കസിൻ നമുക്കൊരു ചെറിയൊരു സാധനം തന്നു വിട്ടായിരുന്നു. എന്താണ് കുറച്ചത്, രണ്ടും തമ്മിൽ ബസ്സിനാണ്. അപ്പം എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മളതും കൂടി ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ വെച്ചില്ലെങ്കിൽ നമുക്ക് കൊണ്ട് അവനത് കൊണ്ടുവന്നിട്ട് നമ്മളെ ബസ്സിൽ വെച്ചില്ലെങ്കിൽ അതങ്ങനെ. എന്തായാലും അവൻ അവന്റെ സ്നേഹം കാണിച്ചു, നമ്മളതും അത് കാണിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് മൂവ് ഓൺ. നെക്സ്റ്റ് എന്താന്ന് വെച്ചാല് വേർത്ത് നിൽക്കുന്നു കേട്ടോ, ഭയങ്കര സ്വെറ്റാണ്. ഡ്രസ്സൊക്കെ സംഭവം അടിപൊളിയാണ്. ഈ ബസ് ബസ്സിലൊക്കെ അവിടെ പോകുമ്പോഴത്തേക്കും പോകുന്നു. അപ്പം യെസ്, നമ്മളെ കയ്യിൽ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ദിസ് ഈസ് ജാഗ്വാറിന്റെ സ്പ്രീ മക്കളെ, സ്പ്രീ. ഇത് ഭയങ്കര വലുതാണ്, പക്ഷെ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് എവിടുന്ന കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ മധുരയില്, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഞാനൊരു ബ്രൈഡിനും ഗ്രൂമിനും ഞാനായിരുന്നു. അത് ആരുടെന്ന് വെച്ചാല് നമ്മളെ ജയിലർ പടത്തിന്റെ ഡയറക്ടർ അടിച്ചിരുന്ന പുള്ളിക്കാരുടെ പേരെന്താ, പേര് മറന്നു, സോറി. ആ പുള്ളിക്കാരന്റെ മകളുടെ, ആ പുള്ളിയുടെ ആ ജയിലർ എന്ന ഭാഗത്തിന്റെ ജയിലറാണ് അല്ല, പേട്ട, യെസ് മറന്നു, പേട്ട ഡയറക്ടർ ഇല്ലേ, പുള്ളിക്കാരുടെ പേര് എനിക്ക് തടിച്ചുള്ളൊരു ആളെ. പേട്ട ഡയറക്ടറിന്റെ അനിയത്തിയുടെ മകളുടെ മേക്കപ്പിന് ഞാനാണ് പോയത്. അനിയത്തിയുടെ മേക്കപ്പിന് ഞാനാണ് പോയത്, ബ്രൈഡൽ ഗ്രൂമും. അപ്പൊ എനിക്ക് വന്ന ഒരു സ്പ്രേ ബോട്ടിലാണ് അവിടുന്ന് ജാഗ്വാർ ഷോവിന്റെ അനിയത്തി അടിച്ചു ഉപയോഗിച്ച് കുറെ തീർന്നു. ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് അങ്ങോട്ട് വരുമ്പോൾ മാത്രം ഇത് ഉപയോഗിക്കാന്ന് വിചാരിച്ച് വെച്ചായിരുന്നു. വേണ്ട സാധനം ഉണ്ടതിന് തീരുള്ളൂ. അപ്പൊ എന്തായാലും നോക്കുന്നത്, വാവ്, ജാഗ്വാർ. മാത്രമൊന്നും ഇല്ലത്. ഇപ്പൊ നമ്മൾ അടിച്ചു. ഇത് അങ്ങനെ അടിച്ച് തീർക്കാൻ പറ്റിയ സാധനമല്ല. ഇത് വെരി 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 ഇമ്പോർട്ടന്റ് തിങ് ആണ്. നമ്മുടെ ഈ സ്നാപ്പുകളൊക്കെ ബാഗിലാക്കണം. ഈ ബാഗൊക്കെ ഇന്നലെ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തുകൊണ്ടെന്ന ഈ ബാഗ് അറിയാന്ന് വെച്ചാൽ സസ്പെൻസ് ആണ്. നമുക്ക് പറയാൻ പറ്റുന്നില്ല, എല്ലാം സമയം വരും. അപ്പം ഓരോന്നോട് പറയും ചള്ളം കിട്ടും ചെയ്യും. കാരണം വെറുതെ റിസ്ക് എടുക്കണ്ട. അതുകൊണ്ട് കാര്യത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു നമ്മള് ഓക്കെ ഫൈൻ. കാര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഞാനിപ്പം ഒരു പ്രശ്നത്തിലേക്കും ഐ എം നോട്ട് റെഡി ടു കം, ബിക്കോസ് ഞാൻ തൊഴിൽ പറഞ്ഞാല് പ്രശ്നങ്ങൾ വാരിക്കൊള്ളു. ഇങ്ങനെ ചായ അടിക്കാൻ പോവാം. ചായ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാഗാണ് അല്ലേ, സോറി. അപ്പം ഇന്നത്തെ നമ്മുടെ കോപ്പറേറ്റ്സ് വരുമോ അറിയില്ല. ചെന്നൈ പട്ടണം എനിക്കും കിട്ടണം. ഇത് പാട്ടായിട്ടായിരിക്കും കോപ്പറേറ്റ്സ് വരും, അതുകൊണ്ടാണ്. അപ്പം ഈ ബാഗ് ഭയങ്കര ബോറല്ലേ. അതായത് ചെറിയ ബാഗ്, സ്കൂൾ കുട്ടികളെ പോലെ ഇത്രയും വലിയ അടിമണം വെച്ചിട്ട് ഒരു ചെറിയൊരു ബാഗ് ഇട്ട് പോകുമ്പോൾ ഒരു അപ്പൊ വരും നമുക്ക് അങ്ങ് ഇറങ്ങാവ. എക്സ്പ്ലോറിംഗ് അല്ലത്തത്, നമ്മൾ ജസ്റ്റ് ഒരു ഫ്രണ്ട് മീറ്റപ്പ് ആണ്. അപ്പൊ എന്താ, ബാത്റൂം അടിപൊളിയായിട്ട്, എയർപോർട്ട് സെറ്റ് ബാത്റൂമാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അയ്യോ, ഇത് കണ്ടമനം പോകാനുണ്ട്. കണ്ടമനം വെച്ചാൽ ഒരു ലോഡ് പോകാനുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ഒരുപാട് പോകാനുണ്ട്. അപ്പം ഇതാ കാണിച്ചു തരാവേ. അപ്പൊ നമുക്ക് ഇവിടെ എസ്കലേറ്റർ വർക്ക് ആവില്ല. നമുക്ക് ലിഫ്റ്റ് ഉണ്ടോ നോക്കണം. ലിഫ്റ്റ് ഉണ്ടാവണം ചാൻസ് ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക്
യെസ്, നമുക്ക് നടന്നു പോവാം. അതോ ഗൈസ്, നമ്മള് പുതിയ സെൽഫി സ്റ്റിക്കുമായിട്ട് നമ്മൾ യാത്ര തുടങ്ങി ഗൈസ്, യാത്ര തുടങ്ങി. അപ്പം നമുക്ക് ലിഫ്റ്റ് ഇവിടെ വർക്കാവത്തില്ല, അത് കാരണം നമ്മൾ ഇങ്ങനെ നടന്നു തന്നെ പോകണം. അപ്പോൾ നടന്നു പോകുമ്പോൾ കുറേ സംഭവങ്ങൾ നടക്കും, ഒരു സംഭവമില്ല, വെറുതെ ചലിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും എസ്കലേറ്ററിലേക്ക് പോകാൻ, എസ്കലേറ്റർ വർക്കിംഗ് അല്ല, നമ്മളപ്പം നടന്നു തന്നെ പോകണം. അതിന് മുന്നേ എസ്കലേറ്ററിൽ നടന്നു പോകണം, എസ്കലേറ്റർ വർക്കിംഗ് അല്ല, എസ്കലേറ്ററിൽ ഞാൻ നടന്നു തന്നെ പോകണം. കണ്ടോ, എസ്കലേറ്റർ വർക്കിംഗ് ഇല്ല, സോ നടന്നു പോകണം. വർക്കിംഗ് അല്ലാത്ത എസ്കലേറ്റർ കൂടെ നടന്നു വേണം പോവാൻ. നടന്നു പോകുമ്പോൾ നമ്മൾ നീ കാണിക്കുന്നില്ല നല്ലത്, എസ്കലേറ്റർ ആകുമ്പോൾ നമ്മൾ താഴത്തോളം നോക്കി പോകണം, വീണെങ്കിലേ പണി പാലും വെള്ളത്തെ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പോവേ ഈ സ്ഥലത്ത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇതിപ്പോ ഇങ്ങോട്ടേക്ക് പോകാനുള്ള സ്ഥലമുണ്ട്, ഇങ്ങോട്ടേക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. നമ്മൾ ഏത് ഭാഗത്തേക്ക് പോകണമെന്നുള്ളത് ഇപ്പോഴും തീരുമാനമില്ല. നമുക്ക് പുറത്തോടെ ഇരുന്നിട്ട് നമുക്ക് നോക്കാം എന്നിട്ട് പോകും. കാരണം നമ്മളെ ഫോൺ ഫ്ലൈറ്റ് മോഡാണ്, അത് ഓണാക്കിയിട്ട് വേണം അവർ വരാൻ. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ പോവാനുള്ള വണ്ടി വരുന്നുണ്ട്. നമുക്കിവിടെ കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവര്. അപ്പം നമ്മൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാരണം കാറ് വരുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വെറുതെ അങ്ങോട്ട് നടന്നു പോകണ്ടല്ലോ. സോ നമ്മൾ കാർ വരും വരെ വെയിറ്റ് ചെയ്യാം. ഞാനൊരു ചായ ഒക്കെ കുടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഇവിടെ ഭയങ്കര വിലയാവും. ഇപ്പൊ നമുക്ക് എന്തായാലും ജസ്റ്റ് വാക്ക്. ഇവിടെ 2-3 കടകളുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. പോയി നോക്കാന്ന് പറഞ്ഞാൽ വലിയ സെറ്റപ്പ് ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഒരു ചായ, ഒരു മോർണിംഗ് ചായ കുടി, അത് മാത്രമേ ഉള്ളൂ. ചായ കുടി, ചായ കുടി, ചായ കുടി. അപ്പം നമ്മള് ഗോയിങ് ടു ചായ കുടി. ദിസ് ഈസ് വലിയൊരു ബസ് സ്റ്റാൻഡാണ്. അതായത് നമ്മൾ ഉദ്ദേശിച്ചത് ഇല്ലെങ്കിലും, പക്ഷെ എന്നാലും ഒരു ക്യാമറ ഏത് സെൽഫി സ്റ്റിക്ക് മേടിച്ചാലും കൊണ്ടുവരുന്നത് ഇവിടെ ഫുള്ള് ബയ്യ ടീംസാണ്. നമുക്ക് ബയ്യ ടീംസ് മേടിക്കുന്ന നമുക്ക് താല്പര്യമില്ല, അങ്ങനെയല്ല. പക്ഷെ എന്നാലും നമുക്ക് ഏജൻസി വേറെ വല്ല കടകളും, അതായത് ഞാൻ പറഞ്ഞ അവർക്ക് മനസ്സിലായി, അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ, അതുപോലെ നമുക്ക് സിമ്പിൾ. ഇവിടെയാണെങ്കിൽ സമൂസയുള്ളൂ. ഷിറ്റ്, ഐ നീഡ് ഉഴുന്നവടാ. ഹേ ഉഴുന്നവടാ, ഇവിടെ സമൂസയുള്ളൂ. സമൂസ ഇസ് മൈ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. സോ നമ്മള് ഉഴുന്നവട. ഹേ ഇഡ്ലി 45. ഭയങ്കര ഇല്ല, 1-25. സോ നമ്മളിത് കഴിക്കാണ്ട് പോകുന്നതാണ് നമുക്ക് നല്ലത്. 1-25 ഉറുപ്പിക കൊടുത്ത് ഒരുപാട് മേടിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഗോ വിത്ത് ഫ്ലോ. ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇതെന്താ അങ്ങനെ നമ്മൾ ഫൈനലി കോട്ട് ചെയ്തിരിക്കണം. ഒരു ഉഴുന്നവടയ്ക്ക് 15 രൂപ എന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ അന്വേഷിച്ചാൽ ഈ ഒരു കടയിൽ മാത്രമാണ് നമുക്ക് ഉഴുന്നവട 15 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ. ഒരു ചട്നി സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ വെച്ചോളി, ഞാൻ എടുത്തോളാം. രാവിലത്തെ വേണം എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നുള്ളൊരു ഇത് ഞാൻ കഴിക്കണം, ക്യാബ് കൊത്തും. നമ്മൾക്കുള്ള കാറാണോ എന്ന് വെച്ചാൽ അറിയില്ല. ഫ്രീ സർവീസ്. കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കാട്ടനി കുറെ നേരം. വാട്ട് എ ബ്യൂട്ടിഫുൾ, ഇസ് വെരി 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 വെരി. ഒന്നുമില്ല, വലിയൊരു വിളക്ക്, അത്രേ ഉള്ളൂ. കാണിച്ചരാം. ഇത് നോക്കി മക്കളെ, വലിയൊരു വിളക്ക്. ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ട്രാഫിക്കാണ്. എവിടെ തിരിഞ്ഞാലും ട്രാഫിക്കിന്റെ കൊടുമുടിയായിരിക്കും. ഹെവി ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഹെവി ട്രാഫിക് ആയിരിക്കും. ഞാൻ തന്നെ ഇപ്പൊ അവിടെ നിന്നിട്ട് ഇറങ്ങിയിട്ട് ഒരു 3-4 ട്രാഫിക്കിലാണ് വിട്ടിരിക്കുന്നത്. അവിടെ മെല്ലെ മൂവായി പോവുള്ളൂ. രാവിലെ ഒക്കെ വന്നു കഴിഞ്ഞാൽ പണി പാടും. ഒന്നുകിൽ ഏർലി മോർണിംഗ് ഇറങ്ങി വരണം, അതുമല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പണിക്ക് പോയ പക്ഷെ നമ്മൾ ഇറങ്ങി വരിക. ഹെവി ട്രാഫിക്കാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും ക്രൗഡൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളങ്ങനെ ഇറങ്ങേണ്ട സ്ഥലം വന്ന് ഏകദേശം ഇവിടെ അടുത്ത് എവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം.
അപ്പം എന്തായാലും നമുക്ക് എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം പാക്കൊക്കെ ചെയ്ത് ബാഗൊക്കെ എടുത്തു ഇറങ്ങാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. കാരണം ഞാനിവിടെ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയ, ഈ ഒരു ലൊക്കേഷനിലേക്ക് വരുന്നത്. കാരണം അവൻ്റെ പഴയ വീട് എനിക്കറിയായിരുന്നു, ഈ വീട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അപ്പം നമ്മളെന്നാലും നോക്കാം എങ്ങനെയാണ് എവിടെയാണെന്നുള്ളത് എനിക്ക് പറഞ്ഞൂടാ, ഡ്രൈവർ ചേട്ടന് പറഞ്ഞൂടാ. അപ്പം ഏതായാലും മാപ്പ് നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും നമുക്കിത് എവിടെയാണ് എന്താണെന്ന് അറിയണമല്ലോ. വാവ്, സോറി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എവിടെയാണ് നമ്മൾ എത്തേണ്ടത്, പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അന്വേഷിച്ചിട്ട് വേണം പോവാൻ, അല്ലെങ്കിൽ പണിപാളും. നമ്മൾ പോകേണ്ട ഭാഗത്ത് റോഡ് പണി നടക്കുന്ന നേരം ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ റിവേഴ്സ് പോവാണ്. அப்போ ஆல்டர்னேட் வழி இங்கே ஸ்டாப்பா? இது போயிட்டு ரைட்ல போயிட்டு இந்த லெஃப்ட் திரும்புறீங்க இல்லையா? ஆமா. இந்த லெஃப்ட்ல நேரா போயிட்டு ஓகே ரைட்ல வருது. ரைட்ல வருதா? ஓகே ஃபைன், தேங்க்ஸ். ரைட்ல வந்து அந்த இடம். ஓகே ஓகே. மேப் பாத்துக்கோங்க. ஓகே ஓகே. നേരെ പോയിട്ട് ലെഫ്റ്റ് ഫസ്റ്റ് റൈറ്റ്. ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങിയാണ്, ബാഗ് എടുത്ത്. ഓക്കെ ആണ്, ആട്ടോ എടുത്ത് പോരുമാ? ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും ബാഗ് കാണാം. അങ്ങനെയല്ല, നമ്മൾ ഇറങ്ങുകയാണ്. ഓക്കെ. അങ്ങനെ നമ്മളെ തന്ന വണ്ടി പോവുകയാണ്. നമ്മളപ്പം തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോവാം. ലൊക്കേഷനിലേക്ക് എത്തി. അപ്പം ബാക്കി നമുക്ക് കാണാം. ഇതിലൂടെ അങ്ങനെ ഇവിടെ നമ്മൾ കാറ് പോകില്ല, അതുകൊണ്ട് നമ്മൾ നടന്നു പോകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പം നമ്മളെ പിക്ക് ചെയ്യാൻ ആള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നടക്കണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയിലാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഓക്കെ സാർ, നമ്മൾ നല്ല നടന്നു പോകാം. കാരണം ഇവിടെ ഫുൾ അപ്പാർട്ട്മെന്റാണ്, ഫുൾ ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ ലോക്കൽസ് അല്ല, ലോക്കൽസ് എന്ന് വെച്ചാൽ ദ ലോക്ക് ഹെവി സെറ്റുള്ള ആൾക്കാരാണ്. അതെന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഈ നോക്കാം എന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതൊന്നും നിർത്തണം. അപ്പം ഇവിടെ ഫുള്ള് സെറ്റാട്ടോ. എല്ലാവരും ഭയങ്കര വെയിലാണ്, വെയിലത്തൂടെയാണ് നമ്മൾ നടക്കുന്നത്. പക്ഷേ നമുക്ക് താഴത്തേക്ക് പോകാൻ വേണ്ടത്. എന്തായാലും നമുക്കിവിടെ ഇവിടെ നിൽക്കാം. ആ ബൈക്ക് എടുത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആരാണ് എന്താണെന്നുള്ളത് നമുക്കൊരു സസ്പെൻസ് ത്രില്ലർ. ആള് വന്ന് ഹായ്, it's a vlog, brother. Yeah, how are you? After long time we meet. அப்படி பக்கத்துல வர சொல்லி அவர்கிட்ட சொன்னேன், பட் அவரு என்ன அங்கிட்டு போனோம் 100 மீட்டர் தான்ங்களா? അങ്ങനെ നമ്മൾ അന്വേഷിച്ച് വന്ന കമ്പനിക്കാരെ കിട്ടി. നമ്മളങ്ങനെ ബൈക്കിൽ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മള് അങ്ങനെ ബൈക്കിൽ കയറി. പിന്നെ നമ്മുടെ യാത്ര മുഴുവനും ബൈക്ക് യാത്ര ഏറിയതാണ് നമ്മുടെ ഞങ്ങൾക്ക്. അപ്പം നമ്മള് സ്ഥലത്തൊക്കെ എത്തി. ഇവിടെയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല നല്ല അങ്ങോട്ട് ഇങ്ങനെ കാണാം. ാണ് നമ്മള് ബ്രോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ്. യെസ്, ഇതാണ് അവന്റെ വീട്. கேரளா பாட்டு மாதிரியே இருக்கா? യെസ് ബ്രദർ, യെസ്. 1 സെക്കൻഡ് ബ്രദർ. ഓക്കെ. അപ്പൊ നമ്മളവന്റെ വീട്ടിലേക്ക് കയറുകയാണ്. നൈസ് ഹോം. വാവ്. നമ്മളവിടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണാൻ. വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആരും നമ്മളൊന്ന് വീട്ടിൽ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. പിന്നെ സീരിയസ് ആയിട്ടും എമോഷണലായിട്ടും പിന്നെ അവൻ്റെ അടുത്തത് ഫ്യൂച്ചർ പ്ലാൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ച്. കാരണം അത് മൈക്കിന് ചാർജ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങളത് ഉപയോഗിച്ചില്ല. എന്തായാലും ഫൺഫില്ലായിരുന്നു. എന്താണ് ഞങ്ങൾ സംസാരിച്ചത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വോയിസ് ഇട്ടിരിക്കുന്നത്. എന്തായാലും വേറെ ലെവലായിരുന്നു. 1 ഇയർ ഗൈസ്, നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ രാവിലെ 10 മണിയാകുമ്പോൾ ഇവിടെ ഇറങ്ങിയതാണ്. നിങ്ങൾ കണ്ടു. നമ്മൾ അവിടെയൊക്കെ കറങ്ങി ചെയ്ത് നമ്മൾ കാറിലൂടെ വന്ന് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. രാവിലത്തെ ഭക്ഷണം കഴിച്ചു, ഉച്ചഭക്ഷണം കഴിച്ചു. അതൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയുള്ള ഒരു ചേച്ചിക്ക്
ഒരു എന്താ പറയാ അത് വേണ്ടാന്ന് പറയാം. അപ്പോൾ ഓക്കെ ഫൈൻ, നമ്മൾ വന്ന കാര്യം എന്താ, ജസ്റ്റ് അവരെ കാണാൻ എൻജോയ് ചെയ്യാറും നമ്മളൊന്ന് ജസ്റ്റ് ഒരു മീറ്റപ്പ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഫുൾ വൈബായിരുന്നു. ഭയങ്കര ഹാപ്പി, ഭയങ്കര എനർജറ്റിക് ആയിട്ട് വേറെ ലെവലായിരുന്നു. അപ്പോൾ എന്താ നമ്മൾ വീണ്ടും ഇതേപോലെ കാണാം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോവാണ്. നമ്മൾ വന്ന പോലെ തന്നെ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ആ വീടിന് മുൻഭാഗത്താണ്. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള അതേ ഏകദേശം ആ ഒരു ഫീലാണ് ഇവിടുത്തെ വീടും. ഇവിടെ മുഴുവൻ ചുറ്റും അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവരുടെ വീട് ഒരു ഇൻഡിവിജ്വൽ വീടാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ അവിടുത്തെ പോലെ തന്നെയാണ്. ക്ലാർ അടിക്കുന്നതിന് കുറച്ച്. അപ്പോൾ ഇതാ ഇവിടുത്തെ സൂര്യൻ ഭയങ്കര പ്രകാശമാണ്. ഇതാണ് ഇവിടെ സെറ്റപ്പ്. പുള്ളിക്കാരൻ കുറേ ചെടിയും കാര്യങ്ങളൊക്കെ വളർത്തുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഭയങ്കര കാമായിട്ട് ഒരു ശല്യമൊന്നും ഇല്ലാത്തൊരു സെറ്റപ്പ് വീടാട്ടോ. ഭയങ്കരമായിട്ട് കണ്ടാ ബാക്കിൽ ഇത് എന്തിൻ്റെ ഒരു ചെടിയാണ്, മുല്ലപ്പൂ പോലെ ഉണ്ട്. അപ്പം പിന്നെ വേറെ സാധനം കാണിച്ചാലേ, നമ്മളെ വീട്ടിലുണ്ടായ പോലെ എൻ്റെ വീട്ടിൽ ഇതുപോലെ മണി പ്ലാന്റ് കണ്ടമാനം ഉണ്ടായിരുന്നു. ഇവിടെയുണ്ട് സെയിം പാറ്റേൺ തന്നെയാണ്. അത്രയും തന്നെ മണി പ്ലാന്റ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കാർ ഉണ്ടായിരുന്നു പോലും, ആ കാർ ഇവർ കൊടുത്തയച്ചു. അപ്പോൾ സർവീസിൽ വിട്ടിരിക്കാന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലും നേരം നിങ്ങൾ എൻ്റെ മോൻ കണ്ടു. ഇനി നമുക്ക് വീട് സെറ്റ്. ഇവിടെ മുഴുവനും ചെടികളാട്ടോ. ഇവിടെ പൈപ്പ് ഉണ്ടോ, ഇതാ എനിക്കിതാ ഈ അതേക്ക് ഇത് എന്ത് ഭംഗിയാ നോക്ക്. വീണ്ടും ഒരു വീട്ടിലേക്ക് വരാനുള്ള സമയം സൂൺ എന്നാണ്. നമ്മൾ പെട്ടെന്ന് കയറും. അടുത്ത മാസം അടുത്ത മാസം ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ കാറ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ ഒന്ന് അവരോട് ഇരുന്ന് സംസാരിച്ചിട്ട് ചില്ല് പറഞ്ഞിട്ട് ടാറ്റ പറയാം. അതിന് മുന്നേ ഞാനേ പോവാൻ സമയമായി. അപ്പോൾ നമ്മൾ പുറത്തത്തെ 2-3 ഷോർട്സ് ഒക്കെ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ അകത്തേക്ക് വെച്ച് വീണ്ടും പുറത്ത് വന്നത്. ഇത്ര നേരം വീടിനകത്തായിരുന്നു. അപ്പം വീണ്ടും ഞാൻ അകത്തേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അകത്ത് പോയിട്ട് സംസാരിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് വീണ്ടും നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, നമ്മളെ ക്യാബ് അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ പോവാണ്. നമ്മളെ കൂട്ടുകാരൻ്റെ കൂടെ ഇറങ്ങി. ഇവിടെ ഫുള്ള് വില്ലയാണ്. ഇവിടെ വെയിലടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഗ്ലാർ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുന്നതാണ് നല്ലത്. അപ്പം നമ്മളെ വണ്ടികളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ മിസ് യു ചെന്നൈ, മിസ് യു ബ്രോ. യെസ്, സീ യു സൂൺ. യാ, അപ്പോൾ നമുക്ക് ക്യാബ് എത്തി. 400. ഓക്കെ, നമ്മളെ ക്യാബ് ഡ്രൈവറാണ്. അപ്പോൾ നമ്മൾ കാറാണ്, നമ്മൾ കാറെത്തി. അപ്പോൾ നമുക്ക് പോവാം. യാ, നമ്മൾ കാറിൽ കയറി. Yeah bro, bye. Bye bro. Take See you. care, no? Yeah. call Yeah, sure. Bye. சொல்லுங்க. Bye. Thank you. Yes bro. எங்க போனோம்? எங்க போகணும்னு கேக்குறேன். நமக்கு பஸ் ஸ்டாண்ட். Yeah, okay. கால் பண்ணிக்க. നമ്മുടെ ഡ്രൈവറാണ്. പുള്ളിക്കാരന് ആദ്യമായിട്ടാണ് ഇവിടെ. അപ്പം അവര് എന്താ ചോദിച്ചെന്ന് വെച്ചാല് പെട്ടെന്ന് കയറി വിഷയം എവിടേക്ക് പോകണ്ടെന്ന്. ഞാനങ്ങോട്ട് ഷോക്കായി പോയി. എവിടേക്ക് പോകണ്ടെന്നോ, എനിക്കറിയാം എവിടെ പേര് പോകണ്ടെന്നുള്ളത്. ഇവരിവിടെ അല്ല അവന്റെ സ്വന്തം സ്ഥലം. അതേപോലെ ഇവിടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. പുള്ളിക്കാരൻ ഭയങ്കര നാണം. പുള്ളിക്കാരൻ ക്യാമറയ്ക്ക് നോക്കുന്നുണ്ട്, ഡ്രൈവ് ചെയ്യണം. ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇവനോട് കമ്മിയായി സംസാരിച്ചു. ബാലമുരുകൻ എന്നാണ് ചെക്കൻ്റെ പേര്. നമുക്കൊരു തമിഴ് അറിയാവുന്ന കുറച്ച് ജസ്റ്റ് തമിഴിൽ ടോക്ക് ഇട്ടതാണ്. കാരണം അവനെ കുറച്ചൊന്ന് മനസ്സിലാവാൻ വേണ്ടി. അത് അവന് ഭയങ്കര നാണമാണ്. ഇവർക്ക് കൂട്ടുകാരന് കാണാൻ വേണ്ടി വന്നതാ. വന്ന സമയത്ത് ഇങ്ങനെ വെറുതെ കണ്ടല്ലോ, എന്റെ കൂട്ടുകാരൻ ക്യാബ് ഡ്രൈവറാണ്. അപ്പൊ നീ കുറച്ച് വോട്ടെന്ന് പറഞ്ഞ് അങ്ങനെ വോട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് 30 കിലോമീറ്റർ 25 കിലോമീറ്റേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്യണം. ഈ 25 കിലോമീറ്റർ ഏടാണ് നമുക്ക് ഇവിടെ എത്ര മണിക്കൂർ? 40 മിനിറ്റ്. 40 മിനിറ്റ് ഞാൻ ഇതിങ്ങനെ പിടിച്ചേക്കാൻ പറ്റത്തില്ല. ചേക്കൻ വിശക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ചായ കുടിക്കാൻ പറഞ്ഞപ്പം വേണ്ട, എനിക്ക് ഐസ്ക്രീം മേടിച്ച് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിക്കാനാണ്. അപ്പോൾ നമ്മളെ ക്യാബ് അപ്പോൾ പയ്യന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പം നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വന്നാണ്. ഇതാണ് നമ്മൾ ഐസ്ക്രീം. ബൈ ഐസ്ക്രീം. യാ, 20 രൂപ. എന്നാണ് ഐസ്ക്രീം? 60. അവനൊന്ന് മേടിച്ചു കൊടുത്തു. അവര് മേടിച്ചു കൊടുത്ത് തന്നെയാണ് ഞാനും കഴിക്കാൻ പോകുന്നത്. കാരണം അത് എങ്ങനെ ഉണ്ടാവും ഏതാ പാടമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അതുകൊണ്ട് ഓന് മേടിച്ചു കൊടുത്ത തന്നെയാണ് ഞാനും കഴിക്കാൻ പോകുന്നത്. ഇതായി കളന്നാണ് നമ്മള് കഴിക്കാൻ പോകുന്നത്. പിന്നെ മക്കളെ, നമ്മള് ഇവിടെ മധുരയിൽ സർവസ്റ്റാർ പോകാൻ ഓർമ്മണ്ടാ? സോറി, ആ വീട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്തില്ല. അതേ സർവസ്റ്റാറാണ് ഇവിടെ ഉള്ളത്. ഫലൂദ. അപ്പൊ നമ്മളും ഫലൂദ കഴിക്കാൻ പോവാണ്. ആ ജ്യൂസ് ഐസ്ക്രീം. സോ
നമുക്ക് നോക്കാം. നമുക്കും അതേപോലെ തന്നെ ഉണ്ടാക്കുന്നത്. അവനവിടെ ഇരുന്ന് ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും ഐസ്ക്രീം കഴിക്കാം. അങ്ങനെ നമ്മളും പലത് മേടിച്ചിരിക്കുകയാണ്, ഇവനും മേടിച്ചിരിക്കുകയാണ്. അപ്പൊ ചിയേഴ്സ്. അപ്പൊ എന്തായാലും നമ്മൾ പത് കഴിക്കാം. വാ. അങ്ങനെ ഞങ്ങള് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു. ഞങ്ങൾ വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ എന്തായാലും നമുക്കിനി അങ്ങ് പോവാം. നമ്മൾ ഡ്രൈവർ കുട്ടൻ കയറി. ഇവനെ ഒരു കുട്ടീനെ പ്രണയിക്കുന്നുണ്ട്. കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് രാവിലെ എവിടുന്ന് കുളിച്ച് ഫ്രഷ് ആയോ അതേ അതേ ബസ് സ്റ്റാൻഡില് അതേ സ്ഥലത്ത് അതേ ബാത്റൂമിൽ ഞാൻ വീണ്ടും ഒന്ന് ഫ്രഷപ്പായി മുകളിൽ കഴുകി രാവിലെ കൊണ്ടുവന്ന് ഭസ്മുണ്ടായിരുന്നു, അതും തേച്ചു അങ്ങോട്ട് തിരിച്ച് നമ്മളെ ഗ്രാമത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപ്പം നമുക്ക് വീണ്ടും ബസ് കയറാൻ പോകാനുള്ള സമയമായി. നമ്മളങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ജേണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സമയം നിങ്ങളെ ഫോണൊന്ന് നെക്കി കുത്തി കയറിത്താൻ നിൽക്കണ്ട. നിങ്ങളെ ടെക്നിക്കൽ എറർ അല്ല ഇത്. ഞാൻ മൈക്ക് ഓഫായത് അറിയാണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. മൈക്ക് ഞാൻ ഒരു മണിക്കൂറോളം വീഡിയോ എടുത്തത് ഒന്നും റെക്കോർഡായിട്ടില്ല. അത് ഉപയോഗിക്കാനും പറ്റാത്ത അവസ്ഥയായി. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് പെർമിഷൻ മേടിക്കാണ്ടാണ് വീഡിയോ എടുത്തത്. രാവിലെ എടുക്കുമ്പോൾ ആരും ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നീട് എടുക്കുമ്പോൾ പോലീസുകാർ വന്ന് പൊക്കി സീനാക്കി. നമ്മളെ കയ്യിൽ വന്ന് ഫോണൊക്കെ മേടിച്ച് വെച്ചു. ഈ പുള്ളിക്കാരനെ പ്രൈവറ്റ് ബസ്സിൽ ആളെ പിടിച്ചു കൊടുക്കുന്ന പുള്ളിക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസുകാർ പെട്ടെന്ന് വന്ന് കണ്ടത്. അപ്പോൾ പോലീസുകാർ വന്ന് ഫോണൊക്കെ മേടിച്ച് വയ്ക്കാൻ പറഞ്ഞു. പിന്നെ അവർ ഫോൺ മേടിച്ചുകൊണ്ടായി. നമ്മളെ ഫോട്ടോ എടുത്തു. ചാനലിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. പെർമിഷൻ മേടിക്കുന്നത് ഭയങ്കര സീനായിരുന്നു. ഒരു 3/4 മണിക്കൂർ ഫുട്ടേജ് എടുത്തായിരുന്നു ഞാൻ. പക്ഷെ ഒന്നും മൈക്ക് സൗണ്ട് അല്ലായിരുന്നു. അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തി ഞാൻ. പിന്നെ മക്കളെ ടാറ്റ ബൈ. വിഷമത്തോടെയാണ് ഞാൻ ഈ ബായ് പറയുന്നത്. കാരണം അത്രയ്ക്കും വിഷമമുണ്ട്. ഫുട്ടേജും കാര്യങ്ങളൊക്കെ കുറേ നഷ്ടമായി. എന്തായാലും വീണ്ടും നമ്മൾ തിരിച്ചു വരും. ആ ഒരു വിശ്വാസത്തോടെ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ കണ്ട സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. കാരണം ഞാൻ അത്രയ്ക്ക് എമോഷണലി ഭയങ്കരമായിട്ട് മടുത്തുപോയി. എന്തായാലും താങ്ക് യു.